ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് ജൂൺ മാസം 30-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തതും ഇനി ജൂലൈ മാസത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ്. നമ്മൾ റിലീസ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്ന സിനിമകളൊക്കെ ഉണ്ട്. ഏതൊക്കെ സിനിമകൾ ഈ മാസം റിലീസ് ചെയ്യുന്നുള്ള പ്രതീക്ഷിക്കുന്ന സിനിമകളൊക്കെ ഉണ്ട്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു കൊറിയൻ മൂവിയാണ്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സിനിമയാണ്. സമ്മർ സ്ട്രൈക്ക് എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കൊറിയൻ ഭാഷകളിലായിട്ട് ഇപ്പോൾ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് പൃഥ്വിരാജ്, കാജലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹിന്ദി മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസാണ്. സർ സമീൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സർ സമീൻ. ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജൂലൈ മാസം 25-ാം തീയതി ഹിന്ദി ഭാഷയിലാണ്. മൾട്ടി ഓഡിയോയിൽ റിലീസ് ചെയ്യുമെന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് ഒരു ഗെയിം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ. എല്ലാവരും ചോദിക്കേണ്ട ഈ ഒരു സിനിമ എന്ന് OTT റിലീസ് ചെയ്യും. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ നിന്നും പലരും കാണാതെ പോയൊരു സിനിമ കൂടിയാണ് ഈ സിനിമ എന്നുള്ളത്. അപ്പം ഈ ഒരു ആക്ഷൻ ത്രില്ലർ മൂവി C5 ആണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്ന് OTT റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും അവർ ഇത് പുറത്തു വിട്ടിട്ടില്ല. ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്നുള്ളത് ജൂലൈ മാസം 10 അല്ലെ 15, ഈ 2 ഡേറ്റുകളാണ് ഇപ്പോൾ എക്സ്പെക്റ്റിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഒരു ഹിന്ദി ത്രില്ലർ സീരീസ് ആണ്. മാൻഡാക് മർഡേഴ്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജൂലൈ മാസം 25-ാം തീയതിയാണ് ഈ ഒരു ഹിന്ദി സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള നെറ്റ്ഫ്ലിക്സിലാണ്. മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ബെലറീന എന്ന് പറഞ്ഞ സിനിമ. ജോൺ വിക്ക്, വേൾഡ് ഓഫ് ജോൺ വിക്ക് ആണ്. അപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈം അതുപോലെ തന്നെ ആപ്പിൾ TV+ എന്നീ OTT പ്ലാറ്റ്ഫോമിൽ നാളെ 2 ഓപ്ഷനിൽ റിലീസ് ചെയ്യുന്നതാണ് ജൂലൈ മാസം 1-ാം തീയതി. ഓക്കെ, അടുത്തത് ഒരു ഇംഗ്ലീഷ് ഡയറക്റ്റ് OTT റിലീസാണ്. ദ ഓൾഡ് ഗാർഡ് എന്ന് പറഞ്ഞ സിനിമയുടെ 2ാമത്തെ പാർട്ടാണ്. നെറ്റ്ഫ്ലിക്സിലെ ഒരു ആക്ഷൻ ഫാൻറ്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ ജൂലൈ മാസം 2-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത കീർത്തി സുരേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമയുടെ ഡയറക്റ്റ് OTT റിലീസാണ്. ഉപ്പു കപ്പുരമ്പു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം ഭാഷകളായിട്ട് ജൂലൈ മാസം 4-ാം തീയതി ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അഭിഷേക് ബച്ചൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കാളിദർ ലാപ്ട എന്ന സിനിമയുടെ പേര് വരുന്നത്. കാളിദർ ലാപ്പട്ട. ഈ സിനിമ ജൂലൈ മാസം 4-ാം തീയതി C5-ലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ റിലീസ് ഉണ്ടാവുള്ളൂ. അടുത്തൊരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മദ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞ സിനിമ. സൺഡെക്സ് OTT പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ ടെൻറ്റ് കോട്ട, ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ട് ജൂലൈ മാസം 4-ാം തീയതി ഒരു സിനിമ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു സ്പൈ ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. സ്പെഷ്യൽ ഓപ്സ് സീസൺ 2 എന്ന് പറഞ്ഞ സീരീസ്. ഈ സീരീസിലെ 2ാമത്തെ സീസണാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് ജൂലൈ മാസം 11-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഹിന്ദി സീരീസാണ്. മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ഇന്ദ്രൻസ്, ജാഫ്രിഡിക്ക് എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ് കുട്ടൻ്റെ ഷിനിഗാമി എന്ന് പറഞ്ഞ സിനിമ. ജൂലൈ മാസം 4-ാം തീയതി മറ്റൊരു മാക്സിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ് തള്ളി മനസ്സു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ കമൽഹാസന് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പലരും OTTയിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ ഇതുവരെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. ജൂലൈ മാസം 3-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതി ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു സീരീസാണ്. ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ബയോഗ്രഫി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ദ ഹണ്ട്, ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് സോണി ലീവ് വഴി ജൂലൈ മാസം 4-ാം തീയതിയാണ് റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ഡയറക്റ്റ് OTT റിലീസാണ്. ഒരു ഹിന്ദി മൂവിയാണ്. മാധവൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആപ്പ് ജയ്സാ കോയി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ സിനിമയുടെ മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് എന്ന സിനിമ. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ജൂലൈ മാസത്തിൽ റിലീസ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എക്സ്പെക്റ്റഡ് ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏതായാലും ജൂലൈ മാസത്തിൽ തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത MCU അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് റിലീസ് ചെയ്ത സിനിമയായിരുന്നു തണ്ടർ ബോൾട്സ് എന്ന സിനിമ. ഈ സിനിമ ഇന്ന് ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ജൂലൈ മാസം 29-ാം തീയതി ബ്ലൂറേ പതിപ്പ് കൂടി റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത് ആമസോൺ പ്രൈം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന സിനിമ. പ്രിയങ്ക ചോപ്രയ്ക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഇംഗ്ലീഷ് മൂവിയാണ്. ജൂലൈ മാസം 2-ാം തീയതി ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലൊക്കെ ഈ സിനിമ അവൈലബിൾ ആയിരിക്കും. അടുത്ത പ്രിയ
പ്രിയാമണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സീരീസാണ് ഗുഡ് വൈഫ് എന്ന് പറഞ്ഞ സീരീസ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജൂലൈ മാസം 4-ാം തീയതിയാണ്. അടുത്തത് ഒരു കൊറിയൻ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സിയാം എന്ന് പറഞ്ഞ സിനിമ. ഡയറക്റ്റ് OTT റിലീസാണ്. ജൂലൈ മാസം 9-ാം തീയതി ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സീരീസാണ് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സീരീസാണ് ബെല്ലാഡ് എന്ന് പറഞ്ഞ സീരീസ്. ജൂലൈ മാസം 9-ാം തീയതി ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം ഭാഷകളിലൊക്കെ ഈ ഒരു സീരീസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഇനി അപ്ഡേറ്റുകൾ വരും. അപ്പോഴൊക്കെ അപ്ഡേറ്റുകളൊക്കെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.